അടുത്ത ഒരു ചോദ്യം മനസ്സിൽ വരുന്നത്, ഭാരതം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികതയുടെ ഭൂമിയാണ്. ഇതിൽ അനേകം സമ്പ്രദായങ്ങളുണ്ട്, ഗുരുക്കന്മാരുണ്ട്. ഇങ്ങനെ ജ്ഞാനമാർഗത്തിൽ താല്പര്യം തോന്നുന്ന, അതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്റെ മാർഗം ഏതെന്നും താൻ സ്വീകരിക്കേണ്ട ഗുരു ഏതെന്നും എങ്ങനെ അറിയും? ചോദ്യം വളരെ പ്രസക്തമാണ്. ഉത്തരം കണ്ടെത്തുകയും അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്കൊരു വഴി ഓരോരോ ജന്മങ്ങളിൽ നിന്നും നമ്മൾ സാധനാ വഴിയിൽ വന്ന് ജ്ഞാന വഴി ആഗ്രഹിക്കുന്നു എങ്കിൽ തന്നെ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ പൂർവകാലത്ത് ജ്ഞാനികളായിരുന്ന ഗുരുക്കന്മാരുടെ, നമ്മൾ അറിയപ്പെടുന്ന ജ്ഞാന ഗുരുക്കന്മാരുണ്ട്. ആ ജ്ഞാന ഗുരുക്കന്മാരുടെ ജ്ഞാന പാരമ്പര്യം ഇന്ന് ഭാരതത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അല്പതമമായി അവിടെയും ഇവിടെയും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. സപ്തർഷികളിലും സിദ്ധജ്ഞാന ഗുരുമണ്ഡലത്തിലും ഒക്കെ ജ്ഞാനവഴി പൂർണ്ണമായും അതിശുദ്ധമായും ഇരിക്കുന്നു. അവരെ നേരിട്ട് നമുക്ക് ഗുരുവായിട്ട് സ്വീകരിക്കുക എളുപ്പമല്ല. ഇപ്പൊ ആളുകൾ ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് അധികവും തന്ത്രത്തിന്റെ വഴിയാണ് ആളുകൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. തന്ത്രം ആവശ്യമാണ് ജ്ഞാന വഴിക്ക്. പക്ഷെ താന്ത്രിക വഴി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ഗുരുക്കന്മാരും ജ്ഞാന വഴിയിലല്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, കർമ്മ വഴിയിലാണ്. തന്ത്രം മോശം ആണെന്നല്ല ഞാൻ പറഞ്ഞു. തന്ത്രത്തിന്റെ ആവശ്യം, തന്ത്രോപാസനയുടെ ആവശ്യം ജ്ഞാന വഴിയിൽ ഉണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന അപ്ലൈഡ് തന്ത്രം എന്ന് നമുക്ക് പുതിയ ഭാഷയിൽ പറയാവുന്ന തരത്തിലുള്ള തന്ത്രം ജ്ഞാനത്തിന് ആവശ്യമില്ല. അപ്ലൈഡ് തന്ത്രത്തിൽ കൂടുതൽ സമയവും മുടക്കുന്ന സാധകന്മാർക്ക്, അതായത് പ്രായോഗിക തന്ത്രത്തിൽ ആളുകൾ കണ്ടമാനം സമയം മുടക്കുകയും കർമ്മ ബാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആ സാധന തന്നെ ജ്ഞാനത്തിന് തടസ്സമാവുകയും ചെയ്യും. ഈ ജന്മത്തിലുള്ള അനേക ജന്മങ്ങളിലേക്ക് തടസ്സം. ഇപ്പൊ ജ്ഞാന വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക്, സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ഇപ്പൊ അനേക മാർഗങ്ങൾ, ആയിരക്കണക്കിന് സമ്പ്രദായങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. സമ്യക്കേന, അതായത് സമ്യക്കായിട്ട് പരമ്പരയാ വന്നു ചേരുന്നത് എന്നൊരു അർത്ഥമാണ് സമ്പ്രദായം. അപ്പൊ അതിലൊരു വലിയ ജ്ഞാന വിഷയം ഈ സമ്പ്രദായം എന്ന് പറയുന്ന വാക്കിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഞാൻ ശരീരഗുരുവായി സ്വീകരിക്കുന്ന ഗുരു, ആ ഗുരുവിന്റെ ഗുരു, ആ ഗുരുവിന്റെ ഗുരു, എത്ര ഗുരു ഉണ്ടോ അതിന്റെ മുകളിലുള്ള ഗുരു, സദാശിവൻ വരെയുള്ള ഗുരുക്കന്മാര്, ആ ഗുരുപരമ്പരയിലെ എല്ലാവർക്കും ജ്ഞാനലയം വന്ന ഗുരുപരമ്പരയായിരിക്കണം. ജ്ഞാനം ലഭിക്കണം. ആ ജ്ഞാനാനന്തരം ശരീരം സമാധിയിൽ ജ്ഞാനലയം സാധ്യമായ ഗുരുപരമ്പരയിൽ നിന്നുള്ള ഒരു ഗുരുവായിരിക്കണം നമുക്ക് ഗുരുവായി തീരേണ്ടത്. അങ്ങനെ ജ്ഞാനപാരമ്പര്യത്തിൽ ജ്ഞാനലയം പൂർണ്ണമായി വന്നിരിക്കുന്ന ഒരു ഗുരുപരമ്പരയും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ ഗുരുകുലത്തിന് ജ്ഞാനപാരമ്പര്യം പൂർണ്ണമായിട്ട് സദാശിവം മുതൽ നമ്മൾ ഗുരുവായിരിക്കുന്ന ഈ ഗുരുകുലത്തിൽ ജ്ഞാനപാരമ്പര്യം പൂർണ്ണമായി 25 കൊല്ലത്തെ അധ്വാനം കൊണ്ട് ശുദ്ധീകരിച്ച് അതിൽ ലയിക്കാത്ത ഗുരുക്കന്മാരെ ലയിപ്പിക്കുകയും ആ ജ്ഞാനപാരമ്പര്യം വീണ്ടെടുത്ത ഒരു ഗുരുകുലം, ഭാരതത്തിലെ ഒരു ഗുരുകുലമാണ് ഈ വിദ്യാധരാജ വിദ്യാ ഗുരുകുലം. ഈ ജ്ഞാനസമ്പ്രദായം പൂർണ്ണമായി ശുദ്ധീകരിച്ച് സ്വീകരിച്ചിട്ടുള്ളൊരു ഗുരു എന്ന നിലയിൽ എനിക്കത് സധൈര്യം പറയാൻ കഴിയും. അതേപോലത്തെ ജ്ഞാനപാരമ്പര്യം ഇല്ലാത്ത ഒരു പരമ്പരയിലാണ് നമ്മൾ ചെന്ന് പെടുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ സാധനമൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഗുരുവിനെ തേടി നമ്മുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. എത്ര സിദ്ധി, കായസിദ്ധി നേടിയാലും എപ്പോഴെങ്കിലും ഈ ശരീരം ഉപേക്ഷിച്ച് സമാധി എന്ന് പറയുന്ന നിലയെ, സമാധി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ലഭിക്കുക. സമാധി ശരീരം ഉപേക്ഷിച്ച്
ഇരിക്കുന്ന നിലയ്ക്കും മഹാസമാധി എന്ന് പറയുന്ന നിലയുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പിന്നീടുള്ള വീഡിയോകളിൽ പറയാൻ ഒരുപാട് ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ സമാധി ചർച്ച ചെയ്യുകയാണ്, ഒരു കോമഡി ഷോയുടെ വിഷയമായി മാറി കേരളത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു തമാശ വിഷയം അല്ലാത്തതുകൊണ്ട് അത് ഗൗരവമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഒരാൾക്ക് ജ്ഞാനം ലഭിച്ചാൽ പോലും അയാൾക്ക് ജ്ഞാനലയം എന്ന് പറയുന്ന സമാധ്യനന്തരം, അതായത് ശരീരത്തിൽ ഇരുന്ന് അവസാനത്തെ സമാധി കഴിഞ്ഞിട്ട് സമാധ്യനന്തരമായി അയാൾക്ക് ബോധസത്തയിൽ ലയിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ലയം ഇയാൾക്ക് സാധ്യമാവണമെങ്കിൽ, ജ്ഞാനം ലഭിച്ചാൽ പോലും ലയിക്കണമെങ്കിൽ അയാളുടെ പരമ്പരയിലുള്ള അഖില ഗുരുക്കന്മാരും ജ്ഞാനലയം വന്നിരുന്നാൽ മാത്രമാണ് സാമ്പ്രദായികമായിട്ട് അയാൾക്ക് ലയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ജ്ഞാന ഗുരുപരമ്പരയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വിഷമം പിടിച്ച ഒരു സംഗതിയാണ് ആ ചോദ്യം തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സമ്പ്രദായക്കാരെല്ലാവരും ഈ ജ്ഞാന പാരമ്പര്യത്തെ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജ്ഞാന പാരമ്പര്യം ഇല്ലേന്ന് ചോദിച്ചാൽ നമ്മൾ സന്യാസ പരമ്പരയൊക്കെ ചൂണ്ടിയിട്ടായിരിക്കും പറയുക. സന്യാസ പരമ്പര ഉണ്ടെങ്കിലും അവിടെ പൂർണ്ണ ജ്ഞാനലയം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ വീഡിയോ കണ്ടാൽ സന്യാസി പരമ്പരക്കാരൻ ഇപ്പൊ സാധ്യമായ ഒരു പരമ്പര ഉള്ളത് നമ്മുടെ ശങ്കരാചാര്യസ്വാമികളുടെ ആചാര്യസ്വാമികളുടെ പരമ്പരയിൽ ശൃംഗേരി പരമ്പരയ്ക്ക് അവരൊരാൾക്കാണ് സന്യാസം കൊടുക്കുക. അവരെല്ലാ വിദ്യകളും ജ്ഞാന വിഷയങ്ങളും പഠിക്കും, സാധനയുണ്ട്. ഏറ്റവും അതിശുദ്ധമായിരിക്കുന്ന ഒരാൾക്കാണ് ആ പാരമ്പര്യം പകർന്നു കൊടുക്കുന്നത്. അവർ പൂർണ്ണ ജ്ഞാന പാരമ്പര്യത്തിലാണ് എന്നാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പരമ്പര, മറ്റ് ശങ്കര പരമ്പരകൾ തന്നെ കുറേ കാലം പാരമ്പര്യം ഇല്ലാതെ ഇരുന്നിട്ട് അവര് ആ പരമ്പരയിൽ ശങ്കരാചാര്യന്മാരെ മറ്റേതോ മാർഗത്തിൽ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഏട് മുറിഞ്ഞു പോകാതെ പരമ്പരയുള്ളത് ശൃംഗേരിയിൽ മാത്രമാണെന്ന് പറയും. ഞാൻ ശങ്കര പരമ്പരയൊന്നും മോശമായിട്ട് കാണുന്നുണ്ടോ. ശങ്കരാചാര്യായിരിക്കുന്നവരൊക്കെ മഹത്തരമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നവരാണ്. ആ പദവിക്ക് വലിയ മഹത്വമുണ്ട്. പക്ഷെ ജ്ഞാനം പദവിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ശങ്കരാചാര്യരായിരുന്ന ഒരാൾക്ക് ജ്ഞാനം ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ജ്ഞാന വഴിയിൽ സഞ്ചരിക്കുന്നു, ശുദ്ധമായ മാർഗമാണ് ശൃംഗേരി പരമ്പരയിലുള്ളത്. പക്ഷെ നമ്മുടെ സാധാരണ ഒരാൾക്ക് ഓടിച്ചെന്ന് ശൃംഗേരി പരമ്പരയിൽ ചേരാൻ സാധ്യത. അത് അവിടെ ഒരാളെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയുള്ളൂ. ഒരുപാട് പേര് പഠിക്കുന്നുണ്ടാവും. 2000 പേര് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാളായിരിക്കാം. ഗുരു നിയോഗം അനുസരിച്ച് ഒരാളെ മാത്രമാണ് പരമ്പര സന്യാസം കൊടുക്കും. ബാക്കി മറ്റു പരമ്പരകളിൽ സന്യാസം സ്വീകരിച്ച് അവിടെ തന്നെ നിൽക്കുന്ന ഒരുപാട് സന്യാസിമാരുണ്ട്. അപ്പൊ എല്ലാ പരമ്പരയും ശങ്കര പരമ്പര അല്ലേ സന്യാസ പരമ്പര എന്ന് ചോദിക്കുമ്പോൾ ആചാര്യസ്വാമികൾ നിശ്ചയിച്ച 4 ആത്മവിദ്യാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശങ്കര പരമ്പരയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ജ്ഞാന പാരമ്പര്യത്തിൽ നമ്മളൊരു ഗുരുവിനെ അന്വേഷിക്കുമ്പോൾ അവർക്ക് മിനിമം ചെയ്യാവുന്നത്, നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തി എന്ന് വിചാരിക്കുക. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എനിക്കൊരു ഗുരുവിനെ ഇഷ്ടപ്പെട്ടു, ഏതെങ്കിലും കാരണം കൊണ്ട്, ഇഷ്ടം കൊണ്ട് മാത്രം ഒരാളെ ഗുരുവായി സ്വീകരിക്കും. TV-യിൽ 4 പ്രസംഗം കേട്ടു, ഇപ്പൊ എന്റെ പ്രസംഗം കേട്ടു, നാളെ എന്റെ അടുത്തൊന്ന് നാളെ ദീക്ഷ എടുക്കാന്ന് വിചാരിച്ചു വരാം. ആദ്യം തന്നെ അവരവർ സ്വയം വേണമെങ്കിൽ വന്ന് സംസാരിക്കുക, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് താല്പര്യമൊക്കെ പ്രകടിപ്പിച്ച് ആ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടൊക്കെ ഒന്ന് പോവാം. പക്ഷെ ദീക്ഷയുടെ ദിവസം നിശ്ചയിക്കുകയും ദീക്ഷ മേടിക്കാനും പറഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ മേടിക്കും. ഞാൻ ഈ അന്വേഷിക്കുന്ന ആളെ പറ്റി പറഞ്ഞു. ഗുരുവിന്റെ കാര്യം വേറെ പറയാനുണ്ട്.